തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ CPIM-ൽ കലഹം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദൻ സ്വതന്ത്രനായി മത്സരിക്കും. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ടി.കെ. ഗോവിന്ദൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ? അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നതോടെ എത്രത്തോളം അത് മണ്ഡലത്തിൽ പ്രതിഫലിക്കും? തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് ചർച്ചകൾ വന്നപ്പോൾ മുതൽ തന്നെ മണ്ഡലത്തിൽ CPIM പ്രവർത്തകർക്കിടയിലും ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ശ്യാമളയെ മത്സരിപ്പിക്കരുത് എന്ന് പല ഭാഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും അവർ പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഏതായാലും പി.കെ. ശ്യാമള പ്രചരണ പരിപാടികൾ ഇന്നലെ വൈകിട്ട് തുടക്കം കുറിച്ചെങ്കിലും ഇന്നാണ് സജീവമായി പ്രചരണത്തിലേക്ക് കടന്നത്. ഇന്ന് ഈ പ്രചരണത്തിന്റെ ആദ്യ ദിവസം തന്നെ അവിടെ പി.കെ. ശ്യാമളയ്ക്കെതിരെ CPIM-ന്റെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിമത നീക്കം നടക്കുന്നു, ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് പി.കെ. ശ്യാമളയ്ക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ അതിലൊരു വ്യക്തത വരികയാണ്. ടി.കെ. ഗോവിന്ദൻ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മലപ്പട്ടത്ത് നിന്നുള്ള നേതാവാണ്. CPIM-ന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ് മലപ്പട്ടത്ത് നിന്നുള്ള നേതാവായ ടി.കെ. ഗോവിന്ദനാണ് പി.കെ. ശ്യാമളയ്ക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം ചേർന്ന് ചില നീക്കങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഈ തളിപ്പറമ്പ് സീറ്റ് തൽക്കാലം ഒഴിച്ചുവിടാൻ UDF-നകത്തു കൂടി ഒരു ചർച്ച നടക്കുന്നു, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ടി.കെ. ഗോവിന്ദനെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുകൂടി നടക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ടി.കെ. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു, മയ്യിൽ ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മികച്ച പ്രാസംഗികൻ എന്ന നിലയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി CPIM-ന്റെ പൊതുപരിപാടികളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായി നിന്ന നേതാവാണ്. അത്തരത്തിലുള്ള ഒരു നേതാവാണ് ഏതായാലും ഈ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അതൃപ്തി കാരണം ഇപ്പോൾ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കും, ഇക്കാര്യങ്ങൾ പറയുമെന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. വലിയ അതൃപ്തി പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബാധിപത്യം എന്നൊരു ആരോപണമാണ് ടി.കെ. ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല CPIM-ന്റെ ജില്ലാ നേതൃയോഗങ്ങളിലും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നടന്ന നിയോജക മണ്ഡലം യോഗത്തിലുമെല്ലാം തന്നെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ വിമർശനം ടി.കെ. ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ടി.കെ. ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്, ഈ തളിപ്പറമ്പ്, ആന്തൂർ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എല്ലായ്പ്പോഴും ഈ MLA സ്ഥാനാർത്ഥികളെയൊക്കെ CPIM തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് ഈ മലപ്പട്ടം പോലുള്ള CPIM-ന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം സ്ഥാനങ്ങളിലേക്ക് ആരെയും പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് പറയുന്ന കാര്യം, മലപ്പട്ടത്ത് നിന്നുള്ള എ. കുഞ്ഞിക്കണ്ണന് ശേഷം അത് ഇരിക്കൂർ ഫർക്ക എന്ന നിലയിലുള്ള സമയത്തായിരുന്നു എ. കുഞ്ഞിക്കണ്ണൻ MLA ആകുന്നത്. അതിനുശേഷം മലപ്പട്ടത്ത് നിന്ന് ഒരു CPIM നേതാവിനെ പോലും MLA ആകുന്നതോ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്കോ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവഗണന തുടരുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ ഏതായാലും മത്സര രംഗത്തേക്ക് വരുന്നത്. സ്വതന്ത്രനായി മത്സരിക്കാനാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ അവിടെ ഒരു സാഹചര്യമുണ്ടോ, വിസ്മയത്തിനുള്ള സാഹചര്യമുണ്ടോ എന്ന് കോൺഗ്രസ് കൂടി പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ ടി.കെ. ഗോവിന്ദനുമായി ഫോണിൽ സംസാരിച്ചു എന്നൊരു വിവരം കൂടിയുണ്ട്. ഏതായാലും നിലവിൽ തളിപ്പറമ്പ് സീറ്റ് ഒഴിച്ചിടാനുള്ള ഒരു നിർദ്ദേശം നൽകി എന്ന രീതിയിൽ കൂടി വിവരം നമുക്ക് പുറത്ത് ലഭിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. നിഖിൽ, അപ്പോൾ തളിപ്പറമ്പിൽ കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിടാൻ ഔദ്യോഗികമായി ധാരണയായോ? അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഔദ്യോഗിക ധാരണ എന്നല്ല, ആ നിലയ്ക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കെ. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കം കണ്ണൂരിൽ നടക്കുന്നതിനാൽ തന്നെ കണ്ണൂരിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന സൂചനകളിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകും, വലിയ രീതിയിലുള്ള മാറ്റം ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നൊരു വിവരമുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താനാവുമോ എന്ന് കോൺഗ്രസ്
വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സീറ്റ് തൽക്കാലം ഒഴിച്ചിടാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഗോവിന്ദൻ അങ്ങനെ ഈ UDF പിന്തുണയോടെയെങ്കിലും മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ സീറ്റ് ആ നിലയ്ക്ക് തന്നെ ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തളിപ്പറമ്പിൽ വലിയ രീതിയിലുള്ള എതിർപ്പിന് കാരണമായിരുന്നു. ശ്യാമളയെ മത്സരിപ്പിക്കരുത് എന്ന് തുടക്കത്തിൽ CPM-ന്റെ ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ആ നിലയ്ക്ക് പ്രതികരണം നടത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്ത് ഇങ്ങനെ ഒരു CPIM-ന്റെ തന്നെ ജില്ലയിൽ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് അനുകൂലമാകുമെന്നൊരു ചിന്ത UDF-ന് സ്വാഭാവികമായും ഉണ്ടാകും. ആ നിലയ്ക്കാണ് തൽക്കാലം തളിപ്പറമ്പ് സീറ്റ് ഒഴിച്ചിടാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഗോവിന്ദന്റെ തീരുമാനം തന്നെയാണ് നിർണായകം. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന കാര്യം അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുമെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. നിഖിൽ, PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPM-ൽ ഉരുണ്ടുകൂടിയ ഒരു അമർഷം ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയതാണോ ഈ സ്ഥാനാർത്ഥിത്വത്തിന് കാരണം? ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് TK ഗോവിന്ദൻ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ വലിയ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ജില്ലാ യോഗങ്ങളിലായാലും അത് ജില്ലാ സെക്രട്ടേറിയറ്റിലായാലും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ പങ്കെടുത്ത് തളിപ്പറമ്പിൽ നടന്ന നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിലുമെല്ലാം തന്നെ ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അദ്ദേഹം വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇതെന്തിനാണ് CPM-ൽ ഇങ്ങനെ കുടുംബാധിപത്യം നടപ്പിലാക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടാണോ, മണ്ഡലത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പ്രദേശങ്ങൾ നിരവധിയുണ്ട്. മയ്യിലും മലപ്പട്ടവും കുറ്റ്യാട്ടൂരും പരിയാരവും മേഴവും എല്ലാം ഉൾപ്പെടുന്ന ആ മേഖലകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് ആരെയും പരിഗണിക്കാതെ എന്തിനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ വീണ്ടും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കി തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ തളിപ്പറമ്പിൽ എതിർശബ്ദങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അത് കാര്യമാക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് അതേ പേര് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്നു. സംസ്ഥാന നേതൃത്വവും ഒറ്റപ്പെട്ട അത്തരം അഭിപ്രായങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങളായി കണ്ട് അതിനെ പരിഗണിക്കാതിരിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ എന്ന പ്രഖ്യാപനം വരുന്നത്. ഈ പറയുന്നത് പോലെ അവിടെ PK ശ്യാമള പ്രചാരണം തുടങ്ങുന്നു. ഇന്ന് ആദ്യ ദിനം ഈ പറയുന്ന ആളുകളെ കണ്ടും ഒപ്പം തന്നെ റോഡ് ഷോ നടത്തിയുമൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഇപ്പോൾ തളിപ്പറമ്പിൽ റോഡ് ഷോ നടക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് TK ഗോവിന്ദൻ ഇത്തരത്തിൽ താൻ മത്സരിക്കാൻ പോകുന്നു എന്നൊരു നിലപാട് എടുക്കുന്നത്. അത് വളരെ നിർണായകമാണ് തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വലിയ പ്രതീക്ഷ അവിടെ UDF-ന് വന്നത് തന്നെ ഈ PK ശ്യാമളയ്ക്കെതിരെയുള്ള ഒരു എതിർപ്പ് അത് CPIM-ന്റെ അണികളിൽ നിന്ന് തന്നെ ഉണ്ട് എന്നതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു മത്സരം ഇത്തവണ കാഴ്ചവെക്കാം എന്ന് പറയുന്നതിനൊപ്പം വിജയപ്രതീക്ഷയിലേക്ക് തന്നെ UDF എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന TK ഗോവിന്ദൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നൊരു പ്രഖ്യാപനവുമായി രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്നത് അത് UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അവിടെ ഇനി UDF-നൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ ഇദ്ദേഹത്തെ പിന്തുണക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ, അങ്ങനെ UDF-ന്റെ പിന്തുണ സ്വീകരിച്ച് മത്സരിക്കാൻ TK ഗോവിന്ദൻ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി വ്യക്തത വരേണ്ടത്.